ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ കാണിക്കാം. അവിടുത്തെ പ്രൈസ് റേഞ്ചസും ഇങ്ങനെ പ്ലാന്റ്സിനൊക്കെ എന്തൊക്കെയാണ് വിലയെന്നൊക്കെ കാണാം, ഇവിടുത്തെ കളക്ഷൻസും. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് പതുക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാർ എടുത്തില്ല, ഓട്ടോയ്ക്കാണ് പോകുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോയിൽ പോകാനായിട്ട്. കാറ്റൊക്കെ മുഖത്തിങ്ങനെ അടിച്ച്, പക്ഷേ ഭയങ്കര ഡസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ മാസ്കൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അരമുക്കാൽ മണിക്കൂർ എടുക്കും നമുക്കധികം വലിയ ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ അവിടെ എത്താനായിട്ട്. ഇല്ലെങ്കിൽ ഭയങ്കര ബ്ലോക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ലേറ്റ് ആവും. എന്നാലും നമ്മളൊരു അരമണിക്കൂറും കൊണ്ട് എത്തി. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. അഡൾട്ട്സിന് 50 റുപ്പീസും പിള്ളേർക്ക് 20 റുപ്പീസും. ബൊഗെയിൻവില്ല എപ്പോൾ കണ്ടാലും എൻ്റെ കിളി പോകും. എൻ്റെ ഫേവറേറ്റാണ്. ആർച്ച് പോലെ ബൊഗെയിൻവില്ല ഇങ്ങനെ നട്ടിട്ട് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഞാൻ ആ ആർച്ചിനകത്തുനിന്ന് പുറത്തിറങ്ങിയതാണ് നിങ്ങളെ അത് കാണിക്കാനായിട്ട്. അതിൻ്റെ മുകളിലല്ലേ ഫ്ലവേഴ്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ കാർ പാർക്കിങ്ങിനുണ്ട്. കാറേ വരുവാണെങ്കിൽ അകത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് ഗാർഡൻ സെൻറ്ററിനകത്തോട്ട് കയറാം. അവിടെ നമ്മൾ ഫസ്റ്റ് ഇരിക്കുന്ന മൊത്തം സീഡ്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ എല്ലാം സീഡ്സാണ്. പിന്നെ ഡാലിയയുടെയും ഗ്ലാഡിയോളസ് ഇതിൻ്റെയൊക്കെ ബൾബ്സ് ഉണ്ട്, നമുക്ക് അവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. എല്ലാത്തിനും 50 റുപ്പീസൊക്കെ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. നോക്കി തിരഞ്ഞൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നല്ല സീഡ്സ് കിട്ടും. പിന്നെ നമുക്ക് എല്ലാ അത്യാവശ്യം ഗാർഡനിലേക്ക് വേണ്ടിയ സകല സാധനങ്ങളും കിട്ടും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇച്ചിരി വില കൂടുതലാണ് എല്ലാ സാധനങ്ങൾക്കും എന്നാണ്. ഞാനിവിടുന്ന് അങ്ങനെയുള്ള ഈ മണ്ണും പെസ്റ്റിസൈഡ്സും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടുന്ന് വാങ്ങിക്കാറില്ല. ചില സീഡ്സും ബൾബ്സും ഒക്കെ നല്ല ക്വാളിറ്റി സീഡ്സാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇവിടുന്ന് വാങ്ങിക്കുന്നത്. കാരണം എല്ലാത്തിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. 6500 ഇതേപോലെ ഉള്ള കൊയറിൻ്റെ ഒക്കെ ഹാങ്ങിങ് പോട്ട്സിനൊക്കെ ഏറ്റവും ചെറുതിന് 250 റുപ്പീസാണ്. പിന്നെ അതിൻ്റെ മുകളിലോട്ടാണ് ഓരോ റേറ്റും പോകുന്നത്. പക്ഷേ ഇതിലും വില കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്നാണ്. സെറാമിക് പോട്ട്സ് ആണ് ഇവിടെ ഉള്ളത്. പുറത്തൊക്കെയൊക്കെ ഇതിൻ്റെ വില എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇവിടുത്തെ വിലയാണ് പറയുന്നത്, അതുകൊണ്ട് എനിക്ക് വലിയ അറിയത്തില്ല. ഇതിന് ഈ ഒരു പോട്ടിന് 250 റുപ്പീസാണ് ഈ ഒരു പോട്ട്. ഇതിന് നല്ല ഭംഗിയൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ വെക്കാൻ പറ്റിയാലാത്ത തന്നെ ഒരു ഒറ്റ കുഴപ്പമുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് മൊത്തം വെളിയിലിരിക്കുന്നത്. ഇത് കാണാൻ കൊള്ളാവുന്ന ഒരു പോട്ട. ഇതിന് 600 റുപ്പീസാണ് ഇതിന്. ഞാനിപ്പം ഇവിടുന്ന് പോട്ട്സും സംഭവങ്ങളൊന്നും വാങ്ങിക്കാനല്ല വന്നേ. നമ്മൾ ഗ്ലാഡിയോളസിൻ്റെയും ഈ ട്യൂബേഴ്സിൻ്റെയൊക്കെ ബൾബുകൾ ഇപ്പോഴാണ് അതിൻ്റെ സീസൺ നമുക്ക് നടാൻ പറ്റുന്നത്. ഇപ്പോൾ വാങ്ങിച്ചെങ്കിൽ എനിക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നടാൻ പറ്റത്തുള്ളൂ. അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇവിടെ തന്നെ ബില്ല് പേ ചെയ്തേച്ച് പോകും. പിന്നെ അടുത്ത ഞാൻ ജസ്റ്റ് ഗാർഡനകത്തോടൊക്കെ ജസ്റ്റ് നടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജർബറയും സീനിയയും എന്തോരം ചെടികളാണെന്നറിയാമോ. ഇതുണ്ട് കാക്ടസിൻ്റെ ഒക്കെ കളക്ഷൻസ് എല്ലാം നല്ല പ്ലാന്റ്സുമാണ്. നമുക്ക് ഇവിടെ തന്നെ വന്ന് എല്ലാം വാങ്ങിക്കാം. ഇവിടെ ഇച്ചിരി വില കൂടുതലാണ്. പക്ഷെ മറ്റുള്ള അടുത്ത പ്രാവശ്യം ഞാൻ വേറൊരു ഗാർഡൻ സെൻറ്ററിൽ കൊണ്ടുപോകാം. ഞാൻ ഇവർ പല സാധനങ്ങളും അങ്ങനെയുള്ള ഒരു ഗാർഡൻ സെൻറ്ററിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഞാൻ അടുത്ത പ്രാവശ്യം എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഗാർഡൻ സെൻറ്ററിൽ കൊണ്ടുപോയി ഞാൻ കാണിച്ചു തരാം വില. ഭയങ്കര വില കുറച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അവിടെ നിന്ന്. ഇതുപോലെയുള്ള കുറേ ഇൻഡോർ പ്ലാന്റ്സ്, സക്യുലൻസിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഭയങ്കര വിലയാണ്. ചെറിയ ചെറിയ പ്ലാന്റ്സിന് പോലും ഭയങ്കര വിലയാണ്. ടയർഡായി വാക്ക് ചെയ്തു. സക്യുലൻസ് ഒക്കെ വാങ്ങിച്ചാൽ ഞാൻ വീടിനകത്ത് വെക്കണം. അതുകൊണ്ടാണ് എനിക്കിതൊന്നും സംഭവം ഇല്ലാത്തത്. ഞാൻ സീസൺ ആകുമ്പം ഇവിടെ നിന്നൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്ലാന്റ്സ് വാങ്ങിക്കാറുണ്ട്. ഇതിനൊക്കെ 30 റുപ്പീസൊക്കെ ഉള്ളൂ. ഇതിനൊക്കെ ഭയങ്കര വിലയാട്ടോ. ഈ സൺഫ്ലവറിനും ജർബറയ്ക്കൊക്കെ ഭയങ്കര നല്ല വിലയാണ്. 75-80 റുപ്പീസൊക്കെയാണ്. പിന്നെ നമുക്ക് സീഡ്സ് ഒന്നും വെച്ച് മുളപ്പിക്കാൻ ഉള്ള ഇതില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിക്കും. ഓർക്കിഡിൻ്റെ സെക്ഷനിൽ വന്നാൽ എനിക്ക് തല കറങ്ങും മോസ്റ്റ് ഓഫ് ദ ടൈം. ഇതിൻ്റെയൊക്കെ എല്ലാം നല്ല പ്ലാന്റ്സ് ആണ്. നല്ല ഫ്ലവറും കൊണ്ടൊക്കെ ഇരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ 900-1000 റുപ്പീസൊക്കെയാണ്. ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇവിടെ കട്ടിങ്സൊക്കെ വെച്ച് ഇങ്ങനെ അവർ കിളിപ്പിച്ച് വെച്ചേക്കുന്നതൊക്കെ ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാനത് വെക്കേണ്ടത് എനിക്ക് ബാൽക്കണിയിലേ വെക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ താഴെയൊക്കെ ഈ ഓർക്കിഡിൻ്റെ ചെടികൾ വെച്ചപ്പോഴൊക്കെ ഇവിടെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ വീട്ടിലല്ല പണ്ട് താമസിച്ച വീട്ടിൽ. അതിൽ പിന്നെ ഞാൻ ഈ ഓർക്കിഡിൻ്റെ കളക്ഷൻസൊക്കെ നിർത്തി. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം ഓരോരുത്തരുടെയൊക്കെ വീട്ടിൽ നിന്ന്, നെയ്ബേഴ്സിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് വരെയുണ്ട്. പിന്നെ നമ്മുടെ ചെത്തി
ഇത് കണ്ടോ, എനിക്കിതിൻ്റെ പേരറിയത്തില്ല. എന്ത് ഭംഗിയാണ് നോക്കിക്കേ കാണാനായിട്ട്. ഇതൊക്കെ സീസണൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിന് 850 റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിന്. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചാൽ അത് കിളുക്കത്ത് പോലുമില്ല. ഞാനിപ്പോൾ ആദ്യമൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ആ ഒരു സീസണിലേ ഉള്ളൂ, പിന്നെ അത് മൊത്തം അഴുക്കായി പോവുകയും ചെയ്യും. ആന്തൂര്യത്തിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട്, എല്ലാ കളറും ഉണ്ട്. പക്ഷേ നല്ല വിലയാണ്. ക്രിസ്മസ് ചെടികൾ പല കളറിലേത് നല്ല ഭംഗിയാണ്. അത് പിന്നെ എവിടെ ആയാലും സെയിം വിലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പിന്നെ വാങ്ങിക്കാറില്ല. ഇതൊക്കെ സീസണലായിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. ഇത് കണ്ടോ, എന്ത് ഭംഗിയാണ് നോക്കിക്കേ കാണാനായിട്ട്. ഇതും അതുപോലൊരു സീസണൽ ചെടിയാണ്. ഇത് നമ്മുടെ ഹൈബ്രിഡ് പെറ്റൂണിയ. ഞാനിവിടെ നിന്ന് ഇത് വാങ്ങിക്കും. പക്ഷേ ഈ വലിയ പോട്ടിനെ വാങ്ങിക്കത്തില്ല. വലിയ പോട്ടിനൊക്കെ ഭയങ്കര വിലയാണ്. 150 റുപ്പീസൊക്കെയാണ്. ചെറിയ ചെറിയ കവറുകളിൽ ഇവർ ആദ്യം നടുന്ന പ്ലാന്റ്സ് ഉണ്ട്. അത് വാങ്ങിക്കുവാണെങ്കിൽ അതിനൊരു നമ്മളൊക്കെ ഒരു 40 റുപ്പീസിന് കിട്ടും. ഞാനിവിടെ നിന്ന് വാങ്ങിക്കാറില്ല. ഞാൻ ആനയ്ക്കൽ നിന്നും അല്ലെങ്കിൽ വേറെ ഇതിനെക്കാട്ടിലും വലിയ വലിയ നഴ്സറികളുണ്ട്. അവിടെ തന്നെ സീഡ്സൊക്കെ ഇട്ട് മുളപ്പിച്ച് കിളിപ്പിച്ച് വെക്കുന്ന അവിടെ നിന്നാണ് ഇവർ എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ പോയി വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ലാഭം. ഞാൻ അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. ഞാനിവിടെ ലാൽബാഗിൽ നിന്ന് ഇതുപോലത്തെ ചെടികളൊന്നും വാങ്ങിക്കത്തില്ല. ഇതിനൊക്കെ ഭയങ്കര വിലയാണ് ഈ ബോൺസൈ ചെടികൾക്ക്. ഇവിടെ ഒരു ഗാർഡൻ തന്നെ ഉണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പം അത് കാണാനായിട്ട് പോകാം. ബോൺസൈ ഗാർഡൻ, ബോൺസൈ പാർക്ക്. ഭയങ്കര വിലയാണ്. 8000 റുപ്പീസാണ് ഇതിന്. റോസിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ. പക്ഷേ സീസണൊന്നും അല്ലാത്തതുകൊണ്ട് അധികം പൂക്കളൊന്നുമില്ല. 100 റുപ്പീസാണ് ഒരു നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ളൊരു നല്ല പ്ലാന്റിന്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിലയുള്ളതെന്ന് പറഞ്ഞാൽ 100 റുപ്പീസാണ്. എന്നാൽ 30 റുപ്പീസിൻ്റെ പ്ലാന്റും കിട്ടും. കുറേ പ്ലാന്റ്സ് ഒക്കെ മാറ്റി മാറ്റി വെക്കും അവർ, വാടി ഉണങ്ങിപ്പോയതൊക്കെ. പക്ഷേ ഞാനൊക്കെ അതൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തി എടുക്കലാണ് എൻ്റെ പരിപാടി. അതിനൊക്കെ നമുക്ക് 10 രൂപയ്ക്കൊക്കെ ചിലപ്പോൾ കിട്ടും. ഇതെല്ലാം 10 മണിച്ചെടികളാണ്. 10 മണിച്ചെടികളും ക്രോട്ടൺസ് അങ്ങനെയുള്ള സംഭവങ്ങൾ മൊത്തം 10 മണിച്ചെടിയാണ് ഇവിടെ നിന്നുള്ള കളക്ഷൻസ്. 10 മണിച്ചെടി പിന്നെ എനിക്കിഷ്ടം പോലെ ഉണ്ട്. ഈ അരേക്ക പാം ഇത് കണ്ടോ, എന്ത് ഭംഗിയാണ് നോക്കിക്കേ. എനിക്ക് ഈ ചെടി കണ്ടിട്ട് ഇവിടുന്ന് മാറാനേ തോന്നിയില്ലായിരുന്നു. എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സുകൾ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. സ്നേക്ക് പ്ലാന്റിൻ്റെ പല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഈ സാധനം പിന്നെ ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ വാങ്ങിക്കാറില്ല. കാരണം ഇത് ആ സെക്യുലൻ്റ് വെറൈറ്റിയിലുള്ളതാണ്. എനിക്കിവിടെ പുറത്ത് വെച്ചാൽ മഴ പെയ്ത് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നതാണ് ഈ ചെടി. പക്ഷേ അത് മൊത്തം പോയി. അതുകൊണ്ട് പിന്നെ ഞാനിപ്പം ഇത് വാങ്ങിക്കാറില്ല. ഭയങ്കര വിലയാണ്. ഈ ഒരു ചെറിയ ഇങ്ങനെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ നല്ല ഒരുമാതിരി നല്ല വിലയാണ്. ഫ്ലോക്സിൻ്റെ ചെടികളും നല്ലതാണ്. പിന്നെ എൻ്റെ സീഡ്സ് ഇട്ട് ഞാൻ കളിപ്പിക്കാറുണ്ട്. ഇത് നമ്മുടെ പെന്നിവേർട്ടല്ല, അതുപോലത്തെ വേറൊരു ചെടിയുണ്ടല്ലോ, എൻ്റെ പേര് എനിക്കറിയത്തില്ല, അതാണിത്. ഈ സൈഡിലോട്ട് വരുന്ന ഉടനെ എനിക്ക് തലയ്ക്ക് ഭ്രാന്താണ്. 300 റുപ്പീസാണ് ഈ ഒരു ഫേണിന്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫേൺസ് ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. എൻ്റെ വീട്ടിൽ ഇല്ലാത്തൊരു സംഭവമാണത്. ഇത് കണ്ടോ, എന്ത് ഭംഗിയാണ് നോക്കിക്കേ. ഇതൊക്കെ വെക്കാനായിട്ട് അധികം പുറത്ത് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം ഇതൊന്നും വാങ്ങിച്ച് വെക്കാത്തത്. ഭയങ്കര വിലയാണ് ഇതിൻ്റെ. നല്ല വലിയ പ്ലാന്റ്സിനൊക്കെ ഭയങ്കര പൈസയാണ്. ഇതിലും വില കുറച്ച് നമ്മൾ ചെറുതിലെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കാമെങ്കിലൊക്കെ അത് കിളുത്ത് വരും. പക്ഷേ എനിക്ക് അങ്ങനെ വെയിലൊന്നും കൊള്ളാതെ അല്ലെങ്കിൽ ഷെയ്ഡിലൊന്നും വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും വാങ്ങിക്കാത്തത്. എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വീടൊക്കെ ആകുമ്പോൾ എൻ്റെ സ്വപ്നത്തിലെ കളക്ഷൻസിലോട്ടൊക്കെ ആഡ് ചെയ്യേണ്ട പ്ലാന്റ്സാണ്. ഇവിടെ അല്ലാണ്ടുള്ള നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാ ഇതും വാങ്ങിക്കാൻ കിട്ടും. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടൊക്കെ നടാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് കിളിക്കുകയും ചെയ്യും, നല്ല ഫ്രൂട്ട്സുമാണ്. എനിക്കിവിടെ പിന്നെ തറയിലൊന്നും നട്ട് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനിതൊന്നും വാങ്ങിക്കാത്തത്. ഇതാ നമ്മുടെ മഞ്ഞളും ഇഞ്ചിയും ഒക്കെ എല്ലാ ഇതും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ചോദിച്ചാൽ അവർ നല്ല ഇത് നോക്കി നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. ഫിഡലി ഫിഗിനൊക്കെ ചെറിയ പ്ലാന്റിന് പോലും നല്ല വിലയാണ്. നല്ല പ്ലാന്റ്സും കിട്ടും, നല്ല കളക്ഷൻസും ഉണ്ട് ഇവിടെ. ചെറുത് മുതൽ ഏറ്റവും വലിയ മരം പോലെ ഇരിക്കുന്ന ഫിഡലി ഫിഗ് വരെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ആർണവ് ടയേർഡായി. ഞാനിതുപോലെ ഗാർഡനിലൊക്കെ പോകുന്നുണ്ടേ അവന് ആദ്യം ഒരു ഇൻട്രസ്റ്റൊക്കെയാണ് വന്ന് പൂക്കളൊക്കെ കാണാനായിട്ട്.
അവനും എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ഈ പൂക്കളും കാണാൻ ഭംഗിയുള്ളതൊക്കെ കാണുമ്പോഴാണ് അവനിഷ്ടം. അല്ലാതെ ഈ ഇൻഡോർ പ്ലാന്റ്സും പൂക്കളൊന്നും ഇല്ലാത്ത ചെടികളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവന് ഈ ബഡ്സ് വരുന്നതും പൂക്കളുണ്ടാകുന്നതും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നുന്നത് ബട്ടർഫ്ലൈനെയും കാറ്റർപില്ലറിനെയും ഒക്കെ പിടിക്കാനായിട്ട്. അപ്പം നമ്മൾ ഇനിയും കുറേ ഉണ്ട്, കുറേ മണി പ്ലാന്റിൻ്റെ ഒക്കെ സെക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഒരു ടിഷ്യൂ കൾച്ചർ ഏരിയ പോലെ അവർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. അങ്ങോട്ടൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. നമുക്ക് ഇനിയിപ്പോൾ ഉച്ചയായി, സമയമായി. അവന് നീതി കൂടുതൽ അവനെ കൊണ്ട് മാനേജ് ചെയ്യാൻ അവന് പറ്റുന്നില്ല. അവൻ എന്നെ പതുക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിന് മുന്നേ ഞാൻ അത്രയും വരെ ഞാൻ കൊണ്ടെത്തിക്കുകയില്ല. പൂക്കളും ചെടികളും ഒക്കെ കണ്ട് വായി നോക്കിയിരുന്ന് വന്ന കാര്യം മറന്നുപോയി. ക്ലേ സോയിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ. ഇനി അതുണ്ടോ എന്ന് ചോദിച്ചേച്ച് നമുക്ക് പോവാം. കാരണം ടയേർഡായി അല്ലേ? അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വന്നിട്ട് ഇവരൊരു ഫെൻസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട്. അപ്പം അവിടെ നട്ടു വെച്ചേക്കുന്ന ചെടിയാണ്. എനിക്കതിൻ്റെ പേരറിയത്തില്ല. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ കുറേ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷായി. എന്നാൽ പിന്നെ ഇനിയും വയറും കൂടെ റിഫ്രഷ് ചെയ്യണമല്ലോ. അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും അവനൊരു ഗോലി സോഡ എന്ത് കുന്തമാണെന്ന് ആർക്കറിയാം. എന്തോ ആണേലും ചീഞ്ഞ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ നമ്മളിനിയും അവന് ഇതിൻ്റെ മണ്ടക്കറി ഇത്ര നേരം അവന് കാല് കഴിക്കുന്നു, നടക്കാൻ മേല എന്നൊക്കെ പറഞ്ഞ ആൾ പാറ കണ്ടപ്പോൾ അതിൻ്റെ മണ്ട വലിഞ്ഞു കയറിപ്പോയി. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ കൊണ്ടുപോകാൻ സമ്മതിച്ചത് കൊണ്ടാണ് അവൻ എന്നെ ഇവിടെ ബോൺസായി പാർക്കിൽ വരാൻ സമ്മതിച്ചത്. എന്നാൽ പിന്നെ അവിടെയോടെ കയറി കണ്ടിട്ട് നമുക്ക് പോകാം. ബോൺസായി ഇവിടെ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. അപ്പം ഇത് അവർ നട്ടുപിടിപ്പിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടോട്ടൊന്നും നമ്മളെ വിട്ടില്ല ഇപ്പം. അല്ലാതെ കാണാമെന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് വാങ്ങിക്കാനുള്ളതല്ല, ഇവർ ജസ്റ്റ് ഷോയ്ക്ക് വെച്ചേക്കുന്നതാണ്. വാങ്ങിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ആ നഴ്സറിക്കകത്ത് കണ്ടത്. ഇത് ചിലത് നല്ല പൂക്കൾ, ഇതുണ്ട് നല്ല പൂക്കളൊക്കെ ആയിട്ടിരിക്കുന്ന മരങ്ങളാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ കാണാനായിട്ട്. ഇതൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി ഉള്ള സ്പെഷ്യലായിട്ടുള്ള സ്ഥലങ്ങൾ വേണം. ഇത് ഓപ്പണായിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് മഴയത്തൊക്കെ എന്തോ ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടുത്തെ ഓട്ടോയുടെ ഒരു സ്കാമിൻ്റെ കാര്യം പറയട്ടെ. ഓട്ടോ വേണമെന്ന് ചോദിച്ചാൽ നമ്മളവിടെ അപ്രോച്ച് ചെയ്തേച്ച് അവർ നമ്മളെ ഇതിനകത്തിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഓട്ടോ ആണെന്നും പറഞ്ഞ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കും റീസണബിളായിട്ടുള്ള റേറ്റൊക്കെ ആയിരിക്കും അവർ പറയുന്നതെന്ന്. അതല്ലെങ്കിൽ ഒരു കാരണവശാലും കയറിയേക്കരുത്. കാരണം അവർ നമ്മളോട് പറയും കൊണ്ടുപോകാം, വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകാം എന്നൊക്കെ. പക്ഷേ അവർ പറയുന്നത് ഇതിനകത്തോടൊക്കെ ചുറ്റി കണ്ട് അത് കഴിഞ്ഞേച്ച് അവർ സിൽക്ക് എംപോറിയം, കർണാടക സിൽക്ക് എംപോറിയം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ബ്രിഗേഡ് റോഡിൽ. അതിനകത്തിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവർ അതുവഴി തിരിച്ചു വെട്ടിക്കൊണ്ടുവിടാമെന്ന്. ഒരു കാരണവശാലും അങ്ങനെ കയറരുത്. അപ്പോൾ ബോൺസായി ഗാർഡൻ എല്ലാം കണ്ടു. ഇനി നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്ത് തിരിച്ചു പോവുകയാണ്. ലഞ്ച് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ ഓട്ടോ ബുക്ക് ചെയ്യുമ്പം ഇവിടെ നമ്മുടെ ഓല അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പ് നോക്കി ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ കൈ കാണിച്ച് നിർത്തി കഴിഞ്ഞിട്ട് വില പറയുന്ന ഓർത്തിട്ട് നമ്മൾ കേട്ടിട്ട് അതേ കയറി പോകുന്നതായിരിക്കും ബെറ്റർ. നല്ല മഴക്കാറുണ്ട്. അതിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ ചെന്നാൽ മതിയായിരുന്നു. ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ലഞ്ച് കഴിക്കണം. ഒന്നുകിൽ പാഴ്സൽ വാങ്ങിക്കും, ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്കും. മഴ പെയ്താൽ വീട്ടിൽ പോയി പാഴ്സൽ വാങ്ങിക്കും, ഇല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും പോയി കഴിക്കണം. അവന് ഉറങ്ങി, അവന് നടന്നു മടുത്തു, ഉറങ്ങിപ്പോയി. വണ്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ കമ്മനഹള്ളിയിലെ പിസ്സ ബേക്കറി എന്ന് പറഞ്ഞിടത്ത് വന്ന് ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് വീട്ടിൽ പോവാണ്. ഓട്ടോയിൽ കയറി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലാൽബാഗിൽ ഫ്ലവർ ഷോ ഉള്ളപ്പോൾ നിങ്ങളൊക്കെ വന്ന് കാണണം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. തിരക്കാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.